അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ പൊളിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ക്രിമിനൽ ലോസിൽ വന്ന റിഫോംസ്, ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ടിൽ വന്ന മാറ്റങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സെഷനിലൂടെ നിങ്ങളുടെ ജേണി ഈസി ആക്കി തരാണ് ടോട്ട്സ് അക്കാഡമി. ഫോമർ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദ് ഹെഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തതായിട്ട് റീസെൻ്റ്ലി നമ്മൾ ന്യൂസിൽ കണ്ടു. വൺ നേഷൻ വൺ ഇലക്ഷൻ, അതായത് സൈമിൾട്ടേനിയസ് ഇലക്ഷനെ കുറിച്ചിട്ട് അതിൻ്റെ ഫീസിബിലിറ്റി എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തൊരു കമ്മിറ്റി ആയിരുന്നു ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. അപ്പോൾ എന്താണ് ഈ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ? ഒരേ ദിവസം തന്നെ ലോക്സഭാ ഇലക്ഷനും സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനും നടക്കുന്നതിനാണ് ഈ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒറ്റ ദിവസം തന്നെ നമ്മൾ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിലുള്ള കാൻഡിഡേറ്റിനും ലോക്സഭാ അസംബ്ലി ഇലക്ഷനുള്ള കാൻഡിഡേറ്റിനും വോട്ട് ചെയ്യുന്നു. ഇതാണ് സൈമിൾട്ടേനിയസ് ഇലക്ഷൻ. ഇതിന് മുന്നേ ഇന്ത്യയിൽ അപ്പോൾ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ നടന്നിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം 1950 ശേഷം 67 വരെ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? 1968ലും 69ലും ചില ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഡിസോൾവ് ആയി പോകുന്നു. കേരളം ഉൾപ്പെടെ ഉള്ള അടുത്ത് എമർജൻസി വരുന്നുണ്ട്. പിന്നെ 1970ൽ ലോക്സഭ തന്നെ ഡിസോൾവ് ആയി പോകുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തു. അങ്ങനെ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ 67 വരെ നിലനിന്നിരുന്നു. അതിനുശേഷം ബ്രേക്ക് ആയിപ്പോയി. ഇനി എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 324 പ്രകാരം ഇന്ത്യയിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു മാൻഡേറ്റാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കുള്ളത്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1983 ആയപ്പോൾ പിന്നീടും ഈ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ്റെ ഐഡിയ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇലക്ടറൽ റിഫോംസ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്ത ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയും ഈ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വേണം അതിന്. ഇനിയോ ഫെഡറലിസത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. കുറേ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആയിരിക്കാം നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസാണ് അമെൻഡ് ചെയ്യപ്പെടേണ്ടി വരിക. ഏതൊക്കെയാണ്? ഡ്യൂറേഷൻ ഓഫ് ദ ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, ഡിസൊല്യൂഷൻ ഓഫ് ദി ലോക്സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലി, എമർജൻസി പ്രൊവിഷൻസ്. അപ്പോൾ ഡ്യൂറേഷനുമായിട്ട് ബന്ധപ്പെടുന്ന പാർലമെൻറ്റിൻ്റെ ഹൗസിൻ്റെ ആണെങ്കിൽ ആർട്ടിക്കിൾ 83, സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ ആർട്ടിക്കിൾ 172. ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെടുന്ന ലോക്സഭയുടെ അതായത് പാർലമെൻറ്റിൻ്റെ സെഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ 85, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ആണെങ്കിൽ ആർട്ടിക്കിൾ 174. എമർജൻസി ആയിട്ട് ബന്ധപ്പെടുന്നതാണെങ്കിലോ ആർട്ടിക്കിൾ 356. നമുക്കറിയാം എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസോൾവ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇലക്ഷൻസ് മുന്നേ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ട്രപ്ഷനിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്